ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസം ട്രാവലിംഗ് പരിപാടിയൊക്കെ ആയിരുന്നു. ഫാമിലിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ നോക്കുമ്പോഴാണെങ്കിൽ ട്രെയിലേഴ്സിൻ്റെ ഒരു കൂമ്പാരം, അതേപോലെ ടീസേഴ്സിൻ്റെ ഒരു കൂമ്പാരം, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് സമന്തയുടെ ഒരു ട്രെയിലർ വന്നിട്ടുണ്ട്. സമന്തയുടെ പടത്തിൻ്റെ പേര് മാ ഇന്ദി ബംഗാരം. വായിക്കാനൊക്കെ വലിയ പാടല്ലേ. ഇതിൻ്റെ ടീസറും കാര്യങ്ങളൊക്കെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് അത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും ചെയ്തിട്ടില്ല. അപ്പോൾ തന്നെ മനസ്സിലിങ്ങനെ കുറിച്ചിട്ടാണ് ഈ പടം അല്ലേ. അപ്പോൾ അതിൻ്റെ ട്രെയിലർ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതിൻ്റെ ഡയറക്ടർ ആരായിരുന്നു? നന്ദിനി റെഡ്ഡി. സമന്തയുടെ തന്നെ പ്രൊഡക്ഷൻ ഇതാണെന്ന് തോന്നുന്നു. രാജ് നടിമൂരു പുള്ളിക്കാരുടെ ഹസ്ബൻഡ് അല്ലേ? ഓക്കെ, പ്ലേ ചെയ്ത് നോക്കാം. സൗണ്ട് ഫുള്ളാണോ? చూసినట్టున్నదే నీ పేరేమి? అసలు నేనెవరో నీకు తెలుసా? షార్ట్ రెండేళ్ల నుంచి ఇంట్లో వాళ్ళు పిలుస్తారేమో అని വേറൊരു ഫാമിലിയോട്ട് കല്യാണം കഴിച്ചത്. ఏదో దొంగను పట్టుకొని అడిగినట్టు అడిగినారు క్వశ్చన్లు. గుర్తుపెట్టమ్మా, నాకు తులసికి പുള്ളിക്കാരി ഇതായിട്ടൊന്നും ബന്ധമില്ല. మా చిన్న కోడలు, మా ఇంటి బంగారం. ఈగో. ఒక కోడలికి ఎన్ని లక్షణాలు ఉండాలి? ఉత్తమ మహిళలాగా అందంగా ఉండాలి, సౌమ్యంగా ఉండాలి, పద్ధతిగా രണ്ട് മരുമകളാണ് ఉండాలి, పాట పాడాలి. కానీ నాకు ఇదేమీ రావే. ఒక్కటైతే నాకు ఉండండి. నా ప్రాణం అడ్డు పెట్టైనా నా ఫ్యామిలీకి ఏం కాకుండా చూసుకుంటా. ജോർജ് കുട്ടിയാണോ? లెట్స్ కమ్ ఆన్. హీరో అయినా హౌస్ వైఫ్ అయినా డైలాగ్ కరెక్ట్ గా పడిందంటే ఎవడైనా బెదరాల్సిందే. అట్లానే ఉన్నావు. మనమేందో మనకి తెలుసు, కానీ ప్రపంచానికి ఏం కావాలో అదే చూపిస్తాం. మరి పాత లైఫ్ గురించి మీ ఫ్యామిలీకి చెప్పే ఉంటావు కదా? చెప్పావు కదా? ఒక్కొక్కరిని కొడతావు చూడు, ప్రేమతో అబ్బా. చట్నీ 19 ജൂൺ. നൈസ്, കിടിലം. സൂപ്പർ സിനിമ. സമന്ത അല്ലെങ്കിലേ അടിപൊളിയാ. അതെ, വൺ ഓഫ് മൈ ഫേവറേറ്റ് ആക്ട്രസ് ആണ് സമന്ത. സീരിയസ്ലി ഷീ ഈസ് വെരി ഡിഫറെന്റ്. പുള്ളിക്കാരിയുടെ ഞാൻ ആക്ച്വലി ഇത് സാരിയൊക്കെ കൊടുത്തിട്ട് അടിപൊളി തന്നെ അല്ലേ. സാരി കൊടുത്തിട്ട് മാസം കാണിക്കുന്നു. പിന്നെ എനിക്ക് തോന്നുന്നത് ഇതിന്റെ കണ്ടിട്ട് സ്റ്റോറി ആയിട്ട് തോന്നിയത് ഇപ്പോൾ അതൊരു ഫാമിലി ട്രഡീഷണൽ മീൻസ് ഒരു ഓർത്തഡോക്സ് ഫാമിലിയിലോട്ട് വരുന്നു. ഫാമിലി തന്നെ പുള്ളിക്കാരിക്ക് ഇതൊന്നും യാതൊരു ബന്ധവുമില്ല. അപ്പം അതിനകത്തൊരു ടിപ്പിക്കൽ ഹൗസ് വൈഫ് എന്നുള്ളൊരു രീതിയിലുള്ള ഒരു പരിപാടിയും പുള്ളിക്കാരിക്ക് ഇല്ല. അപ്പം അതിൻ്റെതായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരി കടന്ന് പരിശ്രമിക്കുന്നു. പക്ഷെ പുള്ളിക്കാരിക്ക് വേറൊരു പക്ഷെ അതിലൊന്നും വർക്കൗട്ട് ആവുന്നില്ല. ഇപ്പൊ കുക്കിങ് അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും വർക്കൗട്ട് ആവുന്നില്ല. പക്ഷെ എന്തോ ഒരു ഫാമിലി ഒരു പ്രശ്നം വരുമ്പോഴത്തേക്ക് ആണ് പുള്ളിക്കാരിയുടെ റിയൽ ക്യാരക്ടർ പുറത്താവുന്നത് അല്ലേ. പാസ്റ്റ് ഉണ്ട് അതിനകത്ത്. പക്ഷെ പാസ്റ്റ് എന്തായിരിക്കും പുള്ളിക്കാരിയുടെ പറയുന്നത്? പാസ്റ്റ് മറ്റേ ഒരു ലാസ്റ്റ് ഒരു പുള്ളി വന്നിട്ട് പറയത്തില്ല ഇതിന്റെ പാസ്റ്റ് ഫാമിലി എടുത്ത് ഇതാക്കണമെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് എന്തായിരിക്കും പാസ്റ്റ്? എനിക്ക് തോന്നുന്നു പോലീസാണോ, പക്ഷെ ഗണ്ണൊക്കെ മേടിക്കുന്നുണ്ടോ? അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു പോലീസ് ട്രെയിൻ ചെയ്ത പോലെയൊക്കെ തോന്നുന്നുണ്ട്. അത് ഇനി വല്ല കൊള്ളസങ്കേതം അങ്ങനെ എന്തെങ്കിലും സെറ്റപ്പ് ആയിരിക്കും.
പുള്ളിക്കാരുടെ പാസ് അതുപോലെ എന്ത് പക്ഷെ സംഭവമാണ് കണ്ടു കഴിഞ്ഞാൽ വെൽ ട്രെയിൻ. ഇതിനകത്ത് ഫ്ലിപ്പ് ചെയ്തൊക്കെ പോയിട്ട് വീഡിയോ വയ്ക്കുന്നത്. അതേപോലെ മമ്മൂട്ടി ഒരു സിനിമയിലെ ഏതാണെന്ന് അറിയാൻ വയ്യ, അതിനകത്ത് ഇങ്ങനെ ഗണ്ണിങ്ങനെ കറക്കി എടുക്കുമല്ലോ, അതൊക്കെ ഇതിനകത്ത് കാണിച്ചേക്കുന്നു. ഒരു രക്ഷയില്ലാത്ത പരിപാടി. പുള്ളിക്കാർ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യുന്ന കൂട്ടത്തിലാണ്. ഇപ്പൊ ഏത് ഫിലിമിലാണെങ്കിലും പുള്ളിക്കാർ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യുന്ന കൂട്ടത്തിലാണ്. നേരത്തെ ഫിലിംസിലായാലും നമ്മൾ കണ്ടിട്ടുണ്ട് റീൽസും കാര്യങ്ങളൊക്കെ. ഒരു ഡാൻസിനാണെങ്കിൽ പോലും അത്രയും മാത്രം ഫുൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ്. അല്ല, ഇത് നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട് ഇതിനകത്ത്, നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്. അത് കാണാനുണ്ട്. ഇത് ആക്ച്വലി ഇതിന്റെ സ്റ്റണ്ട് ആരാണ് ചെയ്തിട്ടുള്ളതെന്ന് അറിയാൻ പറ്റും. അടിപൊളി. ഇതിന്റെ ടെക്നിക്കൽ സൈഡ് പറയുവാണെങ്കിൽ നമുക്ക് നോക്കാം. ഡയറക്റ്റഡ് ബൈ BV നന്ദിനി റെഡ്ഡി, പ്രൊഡ്യൂസഡ് ബൈ മൂവിംഗ് ചേസ് ട്രാലാല മൂവി പിക്ചേഴ്സ് പ്രൊഡ്യൂസേഴ്സിലെ രാജ്നിധി മോരു, അത് പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് ആണെന്ന് തോന്നുന്നു. സമന്തയുടെ ഒക്കെ തന്നെ പ്രൊഡക്ഷൻ കമ്പനിയാണ്. ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി ഓം പ്രകാശ്. അടിപൊളിയായിരുന്നു. മ്യൂസിക് സന്തോഷ് നാരായണൻ. മ്യൂസിക് കിടിലായിരുന്നു അല്ലേ? മ്യൂസിക് അടിപൊളിയായിരുന്നു. അതിനകത്ത് ഈ വീണയൊക്കെ വെച്ചിട്ടുള്ള ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ക്ലാസിക്കൽ. നമ്മൾ ലാസ്റ്റ് ഇപ്പൊ കണ്ടത് മറ്റേ നമ്മുടെ ലോകേഷിന്റെ പടം ഉണ്ടല്ലോ, അതിനകത്തുള്ള രാഗ, ആ ഒരു മ്യൂസിക്കിനെയൊക്കെ പോലെ അത്രയും അടിപൊളിയാണെന്നല്ല, എന്നാലും അല്ലേ അത് പിടിച്ചിരുത്താൻ പറ്റിയ ഒരു മ്യൂസിക്കും പരിപാടി ആയിട്ടാണ് തോന്നിയത്. കൊറിയോഗ്രാഫി പൊന്നി വർമ്മ. പോണിയാണോ ഇത്? കറക്റ്റാണോ നമ്മൾ വായിക്കുന്നത്? കറക്റ്റ് ആണോ എന്ന് അറിയത്തില്ല. സൗണ്ട് ഡിസൈൻ പ്രദീപ്, അതൊക്കെ അടിപൊളിയാണ്. സൗണ്ട് മിക്സിങ് അജിത് എ ജോർജ്. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഓക്കെ. VFX ഒക്കെ എല്ലാം കൊള്ളാം അല്ലേ? അടിപൊളി പടമായിരുന്നു, അടിപൊളി ട്രെയിലറായിരുന്നു. അപ്പോൾ ഈ പടം എനിക്ക് തോന്നുന്നു ഇത് തിയേറ്ററിൽ പോയി കാണാൻ വേണ്ടി ഭയങ്കരമായിട്ടൊരു ക്യൂരിയോസിറ്റി നടന്നുണ്ട്. കാര്യം എന്തായിരിക്കും സമന്തയുടെ ആ ഒരു ഫ്ലാഷ് ബാക്ക്, പിന്നെ ലാസ്റ്റ് വരുന്ന പുള്ളിക്കാരനുണ്ടല്ലോ, പുള്ളിക്കാരൻ ഇനിയിപ്പം ഇവരുടെ ഫാമിലി ആയിട്ട് ക്ലാഷ് ആയിട്ട് വരുന്നതാണോ, അതോ ഇനിയിപ്പം സമന്തയൊക്കെ പാസ്റ്റിൽ എന്തെങ്കിലും ചെയ്തിട്ട് അവിടെ നിന്ന് വരുന്നതാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ ട്രെയിലർ കട്ട് ചെയ്തേക്കുന്ന കൊള്ളാം, നമുക്ക് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ സമന്തയ്ക്ക് ഇങ്ങനെ ഒരു മാസ് പരിപാടി ഉണ്ടെന്നുള്ള കാര്യം മാത്രമേ നമുക്ക് അറിയുള്ളൂ. ഇത് എന്തുകൊണ്ടാണ് എനിക്ക് മരുമക്കൾ തമ്മിലുള്ള കോമ്പറ്റീഷൻ. എനിക്ക് തോന്നുന്നു പെൺപിള്ളേർക്കൊക്കെ അത്യാവശ്യം നന്നായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഒരു ഫാമിലി മൂവി ആണെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. ഇപ്പൊ നമുക്ക് മലയാളത്തിൽ ജോർജ് കുട്ടിയില്ലേ, സ്വന്തം ഫാമിലി രക്ഷിക്കാൻ വേണ്ടി എവിടം വരെയും പോകും എന്നുള്ള പറയുന്ന പോലെ, ഇതിൽ സമന്ത സ്വന്തം ഫാമിലി രക്ഷിക്കാൻ വേണ്ടി എന്തും ചെയ്യും. അങ്ങനെ ഒരു നല്ല ഹൗസ് വൈഫ് ആണെന്നുള്ള രീതിയിലായിരിക്കും പടം പോകുന്നതെന്നാണ് തോന്നുന്നത്. എൻ്റെ ഗസ്സാണ്, ചിലപ്പോൾ ശരിയാവണമെന്നില്ല, ശരിയാവാതിരിക്കട്ടെ, അതല്ലേ നല്ലത്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന പടം ഫസ്റ്റ് ഹാഫ് ഒക്കെ ഒരു കോമഡി അല്ലേ, ഫാമിലി അങ്ങനെയൊക്കെ ആയിരിക്കും. നമ്മുടെ ഒരു ഗസ്സാണ്, ചിലപ്പോൾ ശരിയാവണമെന്നില്ല. ഇപ്പൊ എനിക്ക് സെക്കൻഡ് ഹാഫ് ആയിരിക്കും മിക്കവാറും തീ പാറാൻ പോകുന്നത്. അടിപൊളി സാധനമാണെന്ന് തോന്നുന്നു. കോമഡി ശരിയാ. അതിൽ ആദ്യം കാണിക്കുന്ന പോലെ ഈ മരുമക്കൾ തമ്മിലുള്ള ആ ഒരു അതൊക്കെയാണെന്ന് തോന്നുന്നത്. പക്ഷേ പുള്ളിക്കാരിയുടെ റിയൽ ക്യാരക്ടർ വെളിയിലാവുമ്പോഴത്തേക്ക് ഞെട്ടും എന്നാണ് തോന്നുന്നത്. പിന്നെ എന്തൊക്കെ വരുമെന്ന് അറിയത്തില്ല. ബാക്കി ആ അവസാനം വരുന്ന പുള്ളിയില്ലേ, ഒരു ബ്ലാക്ക് ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് പുള്ളി. വേറെ ഏതൊക്കെ പടത്തിൽ എനിക്കൊന്ന് കാന്താരയിലൊക്കെ ഉണ്ടാന്ന് തോന്നുന്നു, കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. ചിലപ്പോൾ നമ്മുടെ അറിവില്ലായ്മ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു, തിയേറ്ററിൽ പോയി കാണാം. പക്ഷെ ഇത് തെലുങ്കാണെന്ന് തോന്നുന്നു അല്ലേ. ഇതിന്റെ തമിഴെങ്കിലും ഉണ്ടോയെന്ന് അറിയാൻ വയ്യ. തെലുങ്ക് വലിയ പാടാണ് മനസ്സിലാക്കാൻ. പിന്നെ സബ്ടൈറ്റിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് ഒരു. അപ്പൊ തമിഴ് ഇറക്കണം അല്ലേ? സമന്ത തമിഴല്ലേ? തമിഴ് ഇറക്കേണ്ടതാണ്. അപ്പൊ മിക്കവാറും തമിഴ് എന്തായാലും ഉണ്ടാവുമായിരിക്കും. അപ്പോൾ തമിഴുണ്ടെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു തന്നെ അല്ലേ. തമിഴും മലയാളമൊക്കെ ഡബ്ബ് വരുമായിരിക്കും പിന്നീട്. പക്ഷേ തിയേറ്ററിൽ തമിഴെങ്കിലും വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു തന്നെ. അത്യാവശ്യം നല്ല പടമാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് തമിഴുണ്ടെങ്കിൽ എന്തായാലും ഉറപ്പായിട്ടും കാണണം അല്ലേ. തമിഴുണ്ടെങ്കിൽ ഉറപ്പായിട്ടും തിയേറ്ററിൽ പോയി കാണും. അപ്പോൾ ഓക്കെ, ഇതുപോലത്തെ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലേ, സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരും ഒന്ന് പരിഗണിക്കുകയല്ല, ചെയ്യണം അല്ലേ, സഹായിക്കണം. ആൻഡ് ഇതുപോലത്തെ വീഡിയോസൊക്കെ വീണ്ടും കാണാനായിട്ട് മറ്റേ ബെൽ ഐക്കണൊക്കെ ഓണാക്കി വെച്ചിട്ട് ചാനൽ ഹൈപ്പ് ചെയ്യുന്ന കാര്യം, അതേപോലെ ലൈക്ക് ചെയ്യുന്ന കാര്യം, പിന്നെ പോസിറ്റീവ് നെഗറ്റീവ്സും ഒക്കെ എല്ലാം കമന്റ് ബോക്സിൽ അറിയിക്കുക. എന്തെങ്കിലും ഇമ്പ്രൂവ് ഒക്കെ ചെയ്യണം. ഇപ്പോൾ ഈ സെറ്റപ്പിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ആൾക്കാർ പറഞ്ഞു ബാക്കിലുള്ള 2 ലൈറ്റ് എപ്പോഴും പച്ചയും നീലയാണെന്ന്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റാൻ ശ്രമിക്കാറുണ്ട്, പക്ഷേ പെട്ടെന്നൊക്കെയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്ഥിരം ലൈറ്റ് തന്നെ ഇട്ടിട്ടങ്ങ് പോവാറാണ് പതിവ്. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരും ഒന്ന് പരിഗണിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ഇതുപോലത്തെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ബൈ.